ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഹോഴ്സ് ഹെയർ വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹെയർ ക്ലിപ്പാണ്. ഈ ഹോഴ്സ് ഹെയർ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും, മീറ്റർ കണക്കിനൊക്കെ കിട്ടും കേട്ടോ, വളരെ വിലക്കുറവാണ്. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മൾ 1 മീറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ബോയും ഇങ്ങനെ 2-3 അക്സസറി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 2 ഇഞ്ച് വിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് സ്റ്റോൺ ചെയിൻ ആവശ്യമുണ്ട്. സ്റ്റോൺ ചെയിൻ നമ്മളിത് ഫുള്ളായിട്ട് സ്റ്റോൺ ചെയിൻ ഇത് ചെയ്യില്ല. ഇതൊരു ബോ ചെയ്യുമ്പോൾ നമ്മൾ മടക്കി ബാക്ക് സൈഡ് നമുക്കൊന്ന് ടൈ ചെയ്യണമല്ലോ, ആ ഒരു പോർഷൻ നമ്മൾ സൈഡ് രണ്ടും അവോയ്ഡ് ചെയ്തിട്ടാണ് ചെയ്യാറ്. കണ്ടില്ലേ, ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് ചെയ്യണ്ട. ഇപ്പം ഒരു മുക്കാ പോർഷൻ ചെയ്താൽ മതിയാവും. ഇതുപോലെ ഒട്ടിക്കുക, കട്ട് ചെയ്യുക. വീണ്ടും നമ്മളുടെ B7000 ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഒന്ന് സെൻറ്ററിൽ 4, നമുക്ക് എത്ര ലെയർ വേണം അത് എത്രയാണെന്ന് കൺഫേം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇപ്പം നമുക്ക് 4, 5 വീതി കൂടുതലാണെങ്കിൽ 5, 6 ചെയ്യാം. ഇതിപ്പോൾ എൻ്റെത് ഞാൻ 4 കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ 4 ലെയറിലും ഓരോ ലെയറിലും നമ്മൾ എന്താ പറയുക, ഒരു ദേശം വെച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം സ്റ്റോൺ ചെയിൻ ഫുള്ളായിട്ട് ഒട്ടിക്കേണ്ട, അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക നന്നായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തുകൂടെ കൊടുക്കണം കേട്ടോ. ഞാൻ അടിയിൽ ഒരു പേപ്പർ വെച്ചിട്ടാണ് ചെയ്തത്, കാരണം ഞാൻ ഇട്ട് ചെയ്യുന്നത് ഫറിൻ്റെ ഒരു തുണിയാണ് കേട്ടോ. അല്ലെങ്കിൽ അതിന് മൊത്തം ഇങ്ങനെ ഒട്ടിയിരിക്കും, ഇളകാൻ പാടായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ അടിയിലൊരു പേപ്പർ എന്തെങ്കിലും ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഇതുപോലെ ഓക്കെ. ജസ്റ്റ് 2 സൈഡിൽ നിങ്ങൾ കണ്ടില്ലേ, അത്രയും കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ലാസ്റ്റത്തെ ആ എഡ്ജിലുള്ളത് മാത്രം. പിന്നെ നന്നായിട്ട് ഗ്ലൂ അതിൽ അപ്ലൈ ചെയ്തിട്ട് അത് നന്നായിട്ട് ഒട്ടിയോന്ന് കൂടെ അത് ശ്രദ്ധിച്ചു നോക്കണം. അത് പേസ്റ്റ് ആയോ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാം. അല്ല എങ്കിൽ എന്ത് ചെയ്യുന്നറിയാവോ, അതവിടെ ഒട്ടിയിരിക്കില്ല, ഇളകി വരും. നമ്മൾ സെൻറ്ററൊക്കെ ടൈ ചെയ്യുമ്പോൾ അതിങ്ങനെ ഇളകി വരും. അതുകൊണ്ടാണ് ഇതുപോലെ 4ാമത്തെ ലെയറും ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒട്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒട്ടിക്കാനകത്ത് ഒത്തിരി സമയമൊന്നും എടുക്കും, കാരണം വളരെ ബുദ്ധിമുട്ടോ അങ്ങനെ ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ഒട്ടിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ജസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് കട്ട് ചെയ്ത് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു 4-5 മിനിറ്റ്സ് ഒന്ന് വെച്ചിരിക്കുക. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. അത് 5 മിനിറ്റ് ഒന്നും വേണ്ട, ഞാൻ ഒരു 5 മിനിറ്റ് വെച്ചിരുന്നു. ഇതുപോലെയാണ് മടക്കേണ്ടത്. മടക്കിയിട്ട് നമുക്ക് സെൻറ്റർ ഇതുപോലെ നമ്മൾ ഹെയർ ബോ ചെയ്യില്ലേ, അതുപോലെ പറ്റത്തില്ല. ഇത് നമ്മൾ ത്രെഡ് കൊണ്ട് നൂല് കൊണ്ടൊന്ന് ടൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. നമ്മൾ മിക്കതും നമുക്ക് എളുപ്പമായിട്ട് സാധാരണ തുണിയൊക്കെ ഇങ്ങനെ മടങ്ങി വരുമല്ലോ, ഹോഴ്സ് ഹെയർ ഇങ്ങനെ മടങ്ങി വരുന്നതാണ്. വളരെ പ്രസ് ചെയ്താൽ മാത്രം മതി. ചിലത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ത്രെഡ് വെച്ച് തന്നെ സൂചി നൂലും വെച്ച് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഒന്ന് ഇത് ചെയ്ത് അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഞാൻ ആദ്യം ഇങ്ങനെ വലിച്ചപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ആ ത്രെഡ് ഫുള്ളായിട്ട് ഇങ്ങനെ ഇളകി വന്നു. കാരണം ഇത് ചെറിയ ചെറിയ ഹോളുള്ളതല്ലേ, അപ്പോൾ അതിങ്ങനെ ഇളകി വരും കേട്ടോ. അറ്റത്ത് നമ്മൾ ഒരു നന്നായി ടൈ ചെയ്തിട്ട് ഇത് ചെയ്താൽ അതിങ്ങനെ ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ സെൻറ്ററിലൊന്ന് ടൈ ചെയ്തെടുക്കാനുള്ളത്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതിനുശേഷം നമ്മൾ കൈയും കൂടെ ഒരു സപ്പോർട്ട് വേണം ഈ ത്രെഡ് വലിച്ചെടുക്കുമ്പോൾ. കാരണം നമ്മൾ ഈ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചത് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ മടങ്ങി വരത്തില്ല, അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് കൊണ്ട് ഹാൻഡ് കൊണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഇതിങ്ങനെ വരുമ്പോൾ മടങ്ങി വരുമ്പോൾ അതിനൊന്ന് ടൈ ചെയ്താൽ മതി. ടൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രത്യേകിച്ച് ഷേപ്പൊന്നും കാണത്തില്ല, ഇങ്ങനെ ഒരു വല്ലാത്ത കോലത്തിലായിരിക്കും ഇരിക്കുന്നത്. വല്ലാതെ ഒരു എന്താ പറയുക, ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മൾ കാണുന്നത് പോലത്തെ ഒരു ഷേപ്പിലൊന്നും ആയിരിക്കില്ല വരുന്നത്. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട. നമുക്കത് എല്ലാം ടൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് നിവർത്തിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ടൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ സെൻറ്ററിൽ കൂടെ എന്താ പറയുക, അതുപോലെ അകത്തൂടെ ഒന്ന് ഫിംഗർ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മേലോട്ട് പൊങ്ങി വന്ന് നല്ല ആ ഒരു നല്ല ഒരു ബട്ടർഫ്ലൈയുടെ ആ ഒരു വിങ്സ് പോലെ അങ്ങനെ നിൽക്കും കേട്ടോ. നോക്കി, വളരെ ബ്യൂട്ടിഫുൾ, വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത്. ഇപ്പോൾ കറക്റ്റ് ബോയുടെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ വേണോ അതിൽ ചെയ്തോളാം ഡെക്കറേഷൻ. ഞാൻ കുറച്ച് ക്ലിപ്പ് സ്റ്റോണും കൂടാതെ കട്ട് ബീഡ്സുമാണ് എടുത്തിട്ടുള്ളത്. ഒരു ലെയർ ഓരോ ഒരു ലെയറിൽ ക്ലിപ്പ് സ്റ്റോൺ കൊടുക്കുന്നു, ഒരു ലെയറിൽ കട്ട് ബീഡ്സ് വയ്ക്കുന്നു. ഇനി പിന്നെ ഇതിപ്പോൾ ഞാൻ ഗോൾഡൻ കളർ സ്റ്റോൺ ചെയിനാണ് യൂസ് ചെയ്യിക്കുന്നത്. ബ്ലാക്ക് ആകുമ്പോൾ സിൽവർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. സിൽവർ ആണെങ്കിൽ കുറച്ചുകൂടെ എടുത്തേക്കും. ഞാൻ സിൽവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഗോൾഡ് ചെയ്തിട്ടൊന്ന് വീഡിയോ എടുത്തത്. കാരണം ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, ക്ലിപ്പ് സ്റ്റോൺ ആണ് കേട്ടോ ഇത്. ഇനി അടുത്ത ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ നമ്മുടെ കട്ട് ബീഡ്സാണ് കൊടുക്കുന്നത്.
ഈ കട്ട് ബീഡ്സിന് വരെ നിങ്ങൾക്ക് ഫുള്ള് ക്ലിപ്പ് സ്റ്റോൺ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ബ്ലാക്കും വൈറ്റും ഒക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക കോമ്പിനേഷൻ. അത്രയേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും വിചാരിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ വെച്ച് തന്നെയാണ് ചെയ്യാറ് എപ്പോഴും. നോക്കി ഇപ്പോൾ കണ്ട ആ ഒരു സൈഡ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായി. ഇനി അതുപോലെ സെയിം അടുത്ത സൈഡും കൂടെ അതുപോലെ ചെയ്യുക. ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് എന്താ പറയുക 2 ലെയറായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് അതിലും വൈറ്റ് ബീഡ്സോ അല്ലെങ്കിൽ പേള് മാത്രം കൊടുത്താലും മതി, അല്ലെങ്കിൽ കട്ട് ബീഡ്സ് മാത്രം കൊടുക്കാം, ക്ലിപ്പ് സ്റ്റോൺ മാത്രം ആയാലും മതി. വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ചിലർക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടം കാണും. ചിലർ പറയും മെനക്കെട്ട പണിയാണ്. അതൊക്കെ നമുക്കൊക്കെ ഇങ്ങനെ മെനക്കെട്ട് പണിയായാലും ചെയ്ത് അതെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയില്ലേ, അത് കാണുമ്പോൾ നമ്മളുടെ ഈ കഷ്ടപ്പാടൊക്കെ നമ്മളങ്ങ് മറന്നു പോകും കേട്ടോ. അപ്പോൾ ചിലർക്ക് ചോദിക്കാറുണ്ട് ഇത്ര മെനക്കെട്ട പരിപാടിയല്ലേ എന്ന്. ഇനി ആ സെൻറ്റർ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഞാനൊരു ഒരു വൈറ്റും ബ്ലാക്കും ഉള്ള ഒരു എന്താ പറയുക ഒരു റിബൺ, ഗ്രോസ് ഗ്രീൻ റിബൺ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു പീസ് എടുത്തു. ജസ്റ്റ് അതിനൊന്ന് ഫോൾഡ് ചെയ്യുക. സെൻറ്റർ ഒന്ന് ജസ്റ്റ് മടക്കിയതിന് ശേഷം സെൻറ്റർ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് മടക്കി അത് ടൈ ചെയ്താൽ മാത്രം മതി. ഗ്ലൂ ഗണ്ണാണ് എപ്പോഴും പറയാറുണ്ട്. നമ്മൾ അത് മെൽറ്റായിരിക്കുന്നതിന് കാരണം ഇതിൽ മെൽറ്റായിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഞാൻ തട്ടിയപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ചൂടടിച്ചു. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അത് മടക്കി ഇത് ചെയ്യുക, ഒന്ന് ഫോൾഡ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം അത് നന്നായിട്ട് നമ്മുടെ കൈ അത് പൊള്ളാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ പറ്റാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ പുറകിൽ ഇപ്പോൾ കണ്ടില്ലേ നല്ല മനോഹരമായിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുള്ളായി. ഇനി ഇതിൻ്റെ പുറകിൽ നമുക്ക് ഇനി അലിഗേറ്റർ ക്ലിപ്പോ ഹെയർ ക്ലിപ്പോ എന്ത് വേണോ കൊടുക്കാം. ഇനി സെൻറ്റർ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പാച്ചസ് ഉണ്ടെങ്കിൽ പാച്ചസ് കൊടുക്കാം. ഞാനവിടെ സെയിം നമ്മുടെ ബീഡ്സ്, അതായത് കട്ട് ബീഡ്സ് കൊടുത്തിട്ട് 2 സൈഡും ജസ്റ്റ് സ്റ്റോൺ ചെയിൻ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നതേ ഉള്ളൂ. എന്തെങ്കിലും പാച്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്താലും മതി കേട്ടോ. വളരെ മനോഹരമായിട്ട് തന്നെ നമുക്കത് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തികേടൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും പാച്ചസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അത് എടുത്ത് നിൽക്കും. പിന്നെ അതിന് ഹാങ്ങിങ്സ് ഒക്കെ വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം കേട്ടോ. നമുക്ക് ഹാങ്ങിങ്സ് എന്തെങ്കിലും വേണമെങ്കിൽ ബീഡ്സ് കോർത്തിടാം, അല്ലെങ്കിൽ സ്റ്റോൺ ചെയിന് അതേ 2 സൈഡ് ഇങ്ങനെ ലെങ്തി ആയിട്ട് കൊടുത്തിട്ട് അതിൽ 2 ബീഡ്സ് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് 2 സൈഡിലും ഓരോ പീസ് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ആ 2 സൈഡും ഒരു സൈഡിൽ കട്ട് ചെയ്യുക, അടുത്ത സൈഡിലും വീണ്ടും അതുപോലെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അത് മാത്രമാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പാച്ചസ് ചെയ്തും എടുക്കാം. ഇപ്പോൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് എന്താ പറയുക സ്റ്റോൺ ചെയിനൊക്കെ കൊടുത്ത് മുത്തൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ എന്താ പറയുക കട്ട് ബീഡ്സ് അല്ലെങ്കിൽ നമ്മളെ കുന്തൻ സ്റ്റോണൊക്കെ കൊടുത്ത് ഒരു ഇതുണ്ടാക്കി ഒരു പെൻഡൻറ്റ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ് സെൻറ്ററിൽ. അതൊക്കെ നമ്മളുടെ ഇഷ്ടം. പിന്നെ ഇതിൽ ഇങ്ങനെയുള്ളതിന് ഹാങ്ങിങ്സ് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളുടെ ഇത് ഹോഴ്സ് ഹെയർ ലേസ് നിങ്ങൾക്കറിയാലോ അതിരിക്കുന്നത്. അപ്പോൾ പുറകിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് കൊടുത്താൽ ഇരിക്കില്ല, ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഫെൽറ്റ് ഷീറ്റിൽ ഒട്ടിച്ചിട്ട് നമ്മുടെ ക്ലിപ്പില്ലേ അലിഗേറ്റർ ക്ലിപ്പ് ഒന്ന് കവർ ചെയ്താലും, നമ്മുടെ ഗ്രോസ് ഗൺ റിബൺ ഉണ്ടെങ്കിൽ കവർ ചെയ്താലും കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഓക്കെ, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കണ്ടതുപോലെ തന്നെ വളരെ 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 ബ്യൂട്ടിഫുള്ളാണ്. വളരെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, വൃത്തികേടൊന്നും ഇല്ലാതെ. നല്ല മനോഹരമാണ്. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.